നമുക്ക് എല്ലാവർക്കും ഭഗവാൻ ദീർഘായുസ്സ് തരട്ടെ. ക്വാളിറ്റി ലൈഫ്, ക്വാണ്ടിറ്റി ലൈഫ് മാത്രം പോരാ, ക്വാളിറ്റി ലൈഫോടുകൂടി ഒരുപാട് കാലം ജീവിക്കാനായിട്ട്. എനിക്ക് വലിയ അത്യാഗ്രഹങ്ങളൊന്നുമില്ല. ഒരു പ്രിൻസസ് ഒരുപാട് കാലം, ഒരു 10, 90, 92 വയസ്സ് വരെയെങ്കിലും പ്രിൻസസ് ജീവിച്ചിരിക്കണം. അത് കൊള്ളാം. എൻ്റെ ഐഡിയ 104. അപ്പം 92 ഒരുപാട് കുറഞ്ഞു പോയി. എന്തായാലും ബില്ലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാം കറക്റ്റായിട്ട് ബില്ലൊക്കെ എഴുതി രജിസ്റ്റർ ചെയ്തു. അത് ഇരിക്കട്ടെ. പക്ഷെ ഏതായാലും നമ്മളെല്ലാവരും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. പക്ഷെ ഇന്ന് ഈ സീനിയർ സിറ്റിസൻസ് എത്ര പേർക്ക് ആ ഒരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞുകൂടാ. സീനിയർ സിറ്റിസൻസ് തന്നെ വേണമെന്നില്ല. ഇന്ന് കേരളം കാണുന്ന വലിയ ഒരു പ്രശ്നം ആളില്ലായ്മയാണ്. അടുത്ത തലമുറകളൊക്കെ വിദേശങ്ങളിൽ പോയി ജോലി നോക്കുകയാണ്. അവർ കുട്ടികളിങ്ങോട്ട് വരികയുമില്ല. ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറുകയാണ്. കെട്ടിടങ്ങൾ വിട്ട് ആ അപ്പാർട്ട്മെന്റ്സിലേക്ക് മാറുന്നു. കെട്ടിടങ്ങൾ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഘട്ടത്തിൽ 1 or 2 പേര് ഈ കുട്ടികൾ അവിടെ ഇരുന്ന് ദിവസം രാവിലെ വിളിച്ച് അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ വിളിച്ച് അച്ഛൻ മരുന്ന് കഴിച്ചു, അമ്മ നടക്കാൻ പോയെന്ന് ചോദിച്ചിട്ടൊരു കാര്യമില്ല. അപ്പം അത് ആ ഒരു ഏകാന്തത, ആ ഒരു ഏകാന്തതയും ഒരു പരിധി വരെ ഒരു അപകടനയും അതിൻ്റെയൊക്കെ ഒരു വേർപെടലിൻ്റെ ദുഃഖവും ഈ വെളിയിൽ പോയിരിക്കുന്ന ആളുകൾ അവർ പ്രായമാവുമ്പോൾ അവർക്ക് ഇതിനെക്കാട്ടിലും ശക്തമായിട്ട് അത് മനസ്സിലാക്കും. ഇവിടെയാണെങ്കിൽ അടുത്തൊരു നെയ്ബറുകൾ കാണും, അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതുപോലത്തെ അസോസിയേഷൻസ് ഉണ്ട് ഒരാൾ കൈ നീട്ടാനായിട്ട്. പക്ഷെ അവിടെ അതൊന്നുമില്ല. അപ്പോൾ അന്ന് അവരറിയും ഇതിൻ്റെ വേദന. ബട്ട് ഇറ്റ് വിൽ ബി ടു ലേറ്റ്. ജീവിക്കാനായിട്ടുള്ള വ്യഗ്രതയിൽ ജീവിതം മേക്ക് എ ലിവിങ്, അതിൻ്റെ ഒരു ഇതിന് അത് വലിയൊരു സങ്കടം തന്നെയാണ്. നമ്മുടെ ഇവിടെ തന്നെ ഈ സദസ്സിൽ തന്നെ എത്ര പേർക്ക് അവരുടെ കുട്ടികൾ അടുത്തുണ്ട് എന്ന് പറയാൻ പറ്റും. നമ്മൾ കൂടെ ഇരിക്കണം എന്നല്ല, പക്ഷെ നാട് വിട്ട് പോകരുത്. എവിടെ പോയാലും ഞാൻ പറയുന്നത് ഇത് തന്നെയാണ്. തിരിച്ചു വരൂ, തിരിച്ചു വരൂ, തിരിച്ചു വരൂ. പോയി ജോലി ചെയ്താലും പെറ്റമ്മ പോറ്റമ്മ പോലെ, പെറ്റമ്മയാണ്, പോറ്റമ്മ രണ്ടാമതേ വരുള്ളൂ. തിരിച്ചു വരൂ. ഈ മണ്ണ്, ഈ ജലം, ഈ വായു, ഈ സംസ്കാരം, ഈ സമ്പത്തിന്റെ കിട്ടിയ സമ്പത്ത്, അവർ ലെഗസി, ഇതെല്ലാം നമ്മുടേതാണ്. തിരിച്ചു വരൂ, തിരിച്ചു വരൂ. തിരിച്ചു വന്നെങ്കിൽ കൊള്ളാം. അല്ലെങ്കിൽ കുറെ കൂടെ കാലം കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി എന്നുള്ളത് ആലോചിക്കാൻ നിർത്തിയില്ല. എന്തായാലും അതല്ലല്ലോ ഇവിടെ പറയാൻ വിളിച്ചതാണ്. ഇവിടെ പറയാൻ ഓണം മെസ്സേജ് പറയാൻ പറയുമ്പോൾ വേറൊന്ന് പറയുന്നു എന്ന് നിങ്ങൾ വിചാരിക്കും. പെട്ടെന്നൊരു കണ്ടപ്പോൾ മനസ്സിൽ വന്നതാണ് ഓണം.